എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്ന് ഞാൻ ചോറ്റിനുള്ള കറികളെല്ലാം ഉണ്ടാക്കണം. ഇന്ന് ഞാനൊരു ഉരുക്ക് വെളിച്ചെണ്ണ തയ്യാറാക്കുകയാണ് എൻ്റെ മോൻ്റെ ചെറിയ മോന് വേണ്ടി, അതായത് 3 മാസമായ കുട്ടിക്ക് വേണ്ടി. അതിന് വേണ്ടി തേങ്ങ ഒരു 2 തേങ്ങ ഇവിടെ തിരുകി എടുത്ത് അത് ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് മിക്സിയിലെ ജാറ് ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് എരിവൊന്നും ഇല്ലാത്ത, നല്ല അരഞ്ഞു പോകരുത്. പിന്നെ അശോകത്തിൻ്റെ പൂവ് ഉണക്കി കഴുകി ഒരു അരിപ്പയിൽ ഊറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് തേങ്ങ മിക്സിയിൽ ഒന്ന് അടിച്ച് പാലെടുക്കാം. അതിന് വേണ്ടി തേങ്ങ ചൂടുവെള്ളം ഒഴിച്ച് ഈ പരുവത്തിൽ നമ്മളൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അരഞ്ഞു പോകരുത്. ഇത് നമ്മൾ അരിപ്പിൽ അരിച്ച് അല്പം പോലും തരിയില്ലാതെ പാലെടുക്കണം. അതിന് വേണ്ടി ഞാനൊരു അരിപ്പെടുത്തിട്ടുണ്ട്. അരിപ്പിലേക്ക് കൈകൊണ്ട് പിഴിഞ്ഞ് ആ പാലെടുക്കണം. ഉറപ്പായിട്ടും ഇത് നല്ലതാണ്. പൊടിക്കാത്ത പിള്ളേർക്ക് മുടി പൊടിക്കും. എനിക്ക് തെളിവാണ്. എൻ്റെ മോന് മുടി കുറവായിരുന്നു. എനിക്കിതൊരു കൊച്ചുമ്മയുടെ ഉമ്മ പറഞ്ഞു തന്ന് ഞാനത് ചെയ്തത്. ഉറപ്പായിട്ടും എൻ്റെ മോന് മുടി പൊടിച്ച്. അങ്ങനെ എൻ്റെ ചേച്ചിയുടെ മോക്ക് ഒക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിലെ മിക്ക കുട്ടികൾക്കും ഞാനിത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഉറപ്പായിട്ട് ചെയ്ത് നോക്കണം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് രണ്ടാമത് നമുക്ക് 2ാം പാലും കൂടെ എടുക്കണം. 2ാം പാലും 1ാം പാലും ഒരുമിച്ച് ഒരു ഇരുമ്പ് ചട്ടിയിൽ ഒഴിച്ചാണ് ഇത് വറ്റിക്കാനുള്ളത്. അടുപ്പിലാണ് യഥാർത്ഥത്തിൽ വറ്റി വരാനുള്ളത്. പക്ഷേ ഇപ്പോൾ അടുപ്പ് കത്തിക്കാൻ നിവർത്തിയില്ല. മഴ കാരണം അടുപ്പൊക്കെ വിറവൊക്കെ നനഞ്ഞു പോയി. നല്ലവണ്ണം കൈ കൊണ്ട് പിഴിയണം. ചൂടുവെള്ളത്തിലാണ് അടിച്ചെടുക്കാനുള്ളത്. തേങ്ങ എടുത്തിട്ടില്ല. എൻ്റെ മക്കൾക്ക് 2 പേർക്കും ഞാൻ ഈ എണ്ണ കാച്ചി കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതാണ്. നമുക്ക് പൊള്ളലിനൊക്കെ തൊട്ടിടാൻ നല്ല ഒരു എണ്ണയാണ്. ഉറപ്പായിട്ടും അറിഞ്ഞുകൂടാത്തവർ ചെയ്ത് നോക്കണം. മിക്സിയിലെ ജാറിലേക്ക് നമ്മൾ കഴുകി വെച്ചേക്കണ അശോകത്തെറ്റിയുടെ പൂവ്, ഉണക്ക പൂവാണെങ്കിൽ നമ്മളൊന്ന് കഴുകി അതൊന്ന് അല്പം ചൂടുവെള്ളം ഒഴിച്ച് അതിനൊന്ന് നല്ലവണ്ണം അടിച്ചൊന്ന് മഷി പോലെ അരയണം. അരച്ചു കൊണ്ടുവരട്ടെ. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഈ അടിച്ചെടുത്ത തേങ്ങാപ്പാൽ ഇതിലോട്ട് അരിച്ച് വെച്ചതാണ് അതിലോട്ട് ഒഴിക്കണം. ഞാനിപ്പോൾ കുറച്ച് തേങ്ങ എടുക്കണുള്ളൂ. അവരുടെ കൈവശം ഉരുക്ക് വെളിച്ചെണ്ണ അവരുടെ കൈവശം അശോകപ്പൂവിൻ്റെ എണ്ണ ഉണ്ട്. എങ്കിലും ഞാൻ എൻ്റെ മോന് വേണ്ടി ചെയ്യുന്നതാണ്. അരിച്ചെടുത്ത് ഇതും കൂടെ അതിലോട്ട് ഒഴിച്ച് തീ കത്തിച്ച് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് നല്ലവണ്ണം വറ്റി എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നല്ല പതഞ്ഞ് പൊങ്ങി വരണം. കേട്ടോ, തിളച്ച് തൂവി പോകരുത്. അടുപ്പിലാണെങ്കിൽ നമുക്ക് നല്ല എളുപ്പമാണ്. ഇത് ഗ്യാസ് ഇതാകുമ്പോൾ കുറച്ച് നേരം എടുക്കും. അടുപ്പിലാകുമ്പോൾ നമുക്ക് തൊണ്ട് ചിരട്ടയൊക്കെ പറക്കി വെച്ച് നല്ലപോലെ. എൻ്റെ ഉമ്മ കാച്ചുമ്പോൾ ഇതിൽ കരിക്കട്ട ഇടും, മഞ്ഞ ഇടും. അപ്പോൾ അതൊന്നും ഇല്ലല്ലോ. നമ്മൾ അടുപ്പിൽ തീ കത്തിക്കാത്തതുകൊണ്ട് കരിക്കട്ടയൊന്നും ഇല്ല. നല്ലതാണ്. ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും മുടി പൊടിക്കും. നിങ്ങൾ ചെയ്ത് നോക്കണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പൊങ്ങി കളയാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നമുക്കിതാ വറ്റി ഈ പരുവായിട്ടുണ്ട്. ഇനിയും കിടന്ന് ചിലപ്പോൾ അരമണിക്കൂർ. ഞാൻ കുറച്ച് തേങ്ങ എടുത്തോളൂ. സാധാരണ 10 തേങ്ങ 15 തേങ്ങയൊക്കെ എടുത്ത് വലിയ ചട്ടിയിലാണ് എണ്ണ ഉണ്ടാക്കണം എൻ്റെ അമ്മ. പിന്നെ ഞാൻ
ഒരു 2 തേങ്ങയുടെ പാലേ എടുത്തോളൂ. അതുകൊണ്ടാണ് പെട്ടെന്ന് പറ്റിയത്. ഇവിടെ എണ്ണ തെളിഞ്ഞ് കക്ക, അതിൻ്റെ കക്കോ എന്ന് പറയും. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇത് ഈ മരുന്ന് ഇട്ടത് കൊണ്ടാണ്, അശോകപ്പൂ ഇട്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ ചുവന്ന കളറിലായിരിക്കും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അറിഞ്ഞുകൂടാത്തവർ ഉണ്ടാക്കി നോക്കണം. നമ്മളെന്നും പാചകം മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് അത് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. നമുക്ക് നോക്കണം. എണ്ണ ഇവിടെ റെഡിയായി. പെട്ടെന്ന് ശരി ഉണ്ടാക്കാൻ പറ്റും. ഈ പാല് പിഴിഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുപ്പിലാണെങ്കിൽ ഇതിനേക്കാളും പെട്ടെന്ന് റെഡിയാവും. എല്ലാവരും ചെയ്തു നോക്കണം. നല്ല മണമാണ്. കൊച്ചു കുട്ടിയൊക്കെ തലയിൽ തേയ്ക്കാൻ, മുടി പൊടിക്കാൻ പെട്ടെന്ന് മുടി വളരും. പിന്നെ അതുപോലെ വായുടെ അസുഖത്തിനൊക്കെ ഇത് തൊട്ടിടാം. നമുക്ക് ഉള്ളിൽ ചെന്നാലും കൊച്ചു മക്കൾക്ക് ഉള്ളിൽ കൊടുത്താലും ഒരു കുഴപ്പമില്ല. ദേഹത്തിടാനും ഒക്കെ നല്ലതാണ്. ചൊറി, ചിരങ്ങ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊള്ളലൊക്കെ ഉണ്ടെങ്കിൽ ദേഹത്ത് തൊട്ടിടാം കൊച്ചുമക്കൾക്ക്. വെളിച്ചെണ്ണ ഇവിടെ റെഡിയായി. ഉരുക്ക് വെളിച്ചെണ്ണ ഇവിടെ റെഡിയായി. ഞാൻ 2 തേങ്ങ എടുത്തോളൂ. 2 തേങ്ങ വറ്റി വരുമ്പോൾ ഇത്ര എണ്ണയെ കിട്ടുള്ളൂ. ഇതിൻ്റെ മട്ടിയാണ്. ഇത് കഴിക്കാൻ നല്ലതാണ്. പക്ഷേ ഈ പൂവിട്ടില്ലെങ്കിൽ ചുവന്നിരുന്നന. ഇത് നല്ലതാണ്. ഇത് നമുക്കിനി ദേഹത്ത് തേക്കാനൊക്കെ, നമ്മളുടെയൊക്കെ കാലിൻ്റെ കയ്യിലൊക്കെ തേക്കാനൊക്കെ എടുക്കാം. കുഞ്ഞിന് ഇത് തേക്കില്ല. നല്ല ഇതാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഉറപ്പായിട്ടും അറിഞ്ഞുകൂടാത്തവർ ഇത് ചെയ്ത് നോക്കണം. വലിയ ജോലിയൊന്നുമില്ല. 5ഉം 10ഉം തേങ്ങയൊന്നും എടുക്കണ്ട. കുട്ടിയൊക്കെ ഒരു അല്പം തേക്കാൻ വേണ്ടി 2 തേങ്ങയുടെ പാല് മതി. നമുക്ക് ഗ്യാസിൽ വയ്ക്കാമല്ലോ. നല്ലതാണ്. ഞാൻ കാണിച്ചു തരുന്ന രീതി കണ്ട് ചെയ്താലും മതി. എന്നറിയാമോ?